തിരുവനന്തപുരത്തുള്ള പരീക്ഷാ ഭവൻ ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ എത്തിയത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് പരീക്ഷാ ഭവൻ. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ അവസ്ഥയിലാണുള്ളത്. ഫോൺ വിളിച്ചാൽ എടുക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് പരീക്ഷാ ഭവനിലുള്ളത് എന്ന ആക്ഷേപം നേരത്തെ മുതലേ ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി മിന്നൽ സന്ദർശനം നടത്തിയത്. പരീക്ഷാ ഭവനിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് ആവശ്യക്കാർക്കും മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അതും പൊരിവെയിലത്താണ് നിൽക്കേണ്ടത്. ഇതും മന്ത്രിയുടെ സന്ദർശനത്തിന് കാരണമായി. വിളിച്ചാൽ നിങ്ങൾ ആരും ഫോൺ എടുക്കാറില്ലെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി. എന്നാൽ ഇക്കാര്യം ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. അതേസമയം പരാതി ലഭിച്ചതുകൊണ്ടാണ് പരിശോധനയ്ക്ക് എത്തിയതെന്ന് പറഞ്ഞ മന്ത്രി ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന നിർദ്ദേശമാണ് നൽകിയത്. മന്ത്രിയുടെ സന്ദർശന വേളയിൽ പരീക്ഷാ ഭവനിലെത്തിയ ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും പരാതിയുടെ കെട്ടഴിച്ചു. അതെല്ലാം ശ്രദ്ധയോടെ കേട്ട മന്ത്രി ഇനി വീഴ്ച വരുത്തരുതെന്ന നിർദ്ദേശം പരീക്ഷാ ഭവനിലെ ജീവനക്കാർക്ക് നൽകി. വിളിച്ചാൽ ഫോൺ എടുക്കണം, മാന്യമായി പെരുമാറണം, അനാവശ്യമായി ആരെയും പൊരിവെയിലിൽ ക്യൂവിൽ നിർത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രി നൽകിയത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതൊന്ന് കണ്ടു നോക്കാം. പരമാവധി ക്യൂവിന്റെ നീളം കുറയ്ക്കണം. വെയിലത്തൊന്നും നിൽക്കേണ്ട സ്ഥിതി വരുന്നില്ല. ആകെ ക്യൂ നിൽക്കാനുള്ള ദൂരം ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ആളെ കൂടിയിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവരുടെ നോക്കണം. ഫോണെടുത്ത് പ്രോപ്പറായ ഒരു മറുപടി പറയാൻ കഴിയുന്നു. കംപ്ലൈന്റ് സാറേ, ഞങ്ങൾ ഇന്ന് എത്ര 3 ദിവസം പോയി സാറേ. മൊബൈൽ നമ്പർ രണ്ട് മൊബൈൽ നമ്പർ ഇപ്പം നമ്മൾ വരുമ്പോഴുള്ള പ്രോപ്പറായ മറുപടി കിട്ടുന്നില്ല എന്നുള്ള. അപ്പൊ നമ്മളെ വന്ന് നോക്കിയതാണ്. രണ്ടാമത് മനസ്സിലാവും. വേറെ നിങ്ങളെ കൂടാതെ പറയാനോ പിന്നെ ഇതൊരു സീനിയർ ക്ലർക്കാ സാർ. ഈ പരാതി കൂടുതൽ കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അവരവരുടെ വലിയ പ്രയാസമൊന്നും കിട്ടുന്നതാണ്. ഫോണെടുത്ത് പ്രോപ്പറായ ഒരു മറുപടി പറയാൻ. ശരി, നമസ്കാരം. ഡ്യൂറേഷൻ ഒന്ന് കുറച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്ന ഒരു സെക്ഷൻ ഇതാണ്. പരീക്ഷാ ഭവൻ ഇവിടെ കളക്ഷൻ കൊടുത്തു, ഡ്യൂപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടു. 2 മാസമായി 3 മാസമായി കിട്ടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനൊന്നൊന്ന് നേരെ ഡൗട്ട് ചെയ്തിരിക്കുന്നത് അറിയുന്നത്. അപ്പൊ ഏതായാലും അതൊന്ന് പ്രോപ്പറാക്കണം. ആളുകളെ വല്ലാതെ ഡിലേ വരുത്തരുത്. നമ്മളെ പലതും പിടിപ്പിക്കുന്നത് എന്ത് ഇതിലെ സെൽഫി ഇല്ല. നമുക്കൊരു സ്ഥിരമായി കിട്ടുന്നൊരു പരാതി ഇവിടെ നിന്ന് കറക്ഷന് വേണ്ടിയോ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയോ കൊടുത്തിട്ട് 3 മാസമായി 4 മാസമായി എന്നുള്ളൊരു പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്താണ് ഇതിനകത്ത് നടക്കണമെന്ന് കാണിച്ചിട്ട് നോക്കിയത്. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത്യാവശ്യത്തിനാണല്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റും കറക്ഷനൊക്കെ വേണ്ടി വരുന്നത്. എല്ലാ ഒരാളുണ്ടല്ലോ അല്ലേ? ചില സീറ്റിൽ ആൾക്കാർ പുറത്തുകൂടി. ശരി. ഇതില്ല ആളുകൾ ഭയങ്കര പരാതി പറയുന്നു. ഇവിടെ ഒരു അപേക്ഷ തന്നാൽ ഒരുപാട് സമയം 2-3 മാസമാണെങ്കിൽ കിട്ടുന്നില്ല. ലാസ്റ്റേ ഉള്ളൂ അവിടെ കൊടുക്കുന്നതിന്റെ അപേക്ഷ ഒന്ന് കൊടുത്താൽ 2 മണിക്കൂർ കൊണ്ട് കൊടുക്കും. എവിടുന്നാ വരുന്നത്? കാസർഗോഡ്. ഇന്ന് നിങ്ങൾ അന്വേഷിച്ചു റെഡി ആയിട്ടുണ്ട്. വേഗത്തിൽ പോകണം. എവിടെ ചെയ്ത് തരാം, വേഗത്തിൽ ചെയ്ത് തരാം. എല്ലാം അവിടെ കൊടുത്താൽ കളക്ഷനാണ് കൊടുത്തിട്ട് എത്രയായി? എന്താ രണ്ടാമത്തെ അതിനാവുന്നു
2 മാസമായോ? അപ്പൊ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പൊ, നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അന്വേഷിച്ചോ? A1 ആ തിരക്ക് പണിയിൽ ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരോട് മറ്റാരോടും ചോദിച്ചു പോരാ. ഡീറ്റെയിൽസ് കറക്റ്റ് പറഞ്ഞു. ഫൈൻ നമ്പർ അറിയാല്ലേ? ആ ഫൈൻ നമ്പർ തരും. എന്താ അത് മാത്രമായിട്ട് ചെയ്യാത്ത എന്തിനൊന്നും സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ്. സമയം വന്നിട്ട് അതോടാണ് സംഭവിക്കുന്നത്. ഓരോ ജില്ലയിലും ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് ഡിക്ലറേഷൻ പക്ഷേ ആ സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ റൂൾസ് ഉണ്ടാക്കും പറയാം. ശരി. പ്രധാനമായിട്ട് ചെയ്യുന്ന പാർട്ടില്ല. ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു നിൽക്കാമോ? പോസ്റ്റിൽ ആളില്ല. സാർ നമുക്ക് സംസ്ഥാന അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ പല ആളുകൾ നമുക്ക് അവിടെ ഇതുപോലെ പ്രാധാന്യമുള്ള ഓഫീസ് ആകുമ്പോൾ ആള് അവിടെ വരാനാണ് ചുമതല കൊടുക്കുന്നുണ്ട്. കറക്ഷനും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ഇനി എത്ര പെൻഡിങ് ഉണ്ടാവും? ഒരു 2 മാസം 3 മാസത്തിൽ കൂടുതൽ അപേക്ഷ തന്നിട്ട് പെൻഡിങ് വരും. ആളില്ലെങ്കിൽ അടുത്ത സീറ്റിൽ അഡ്ജസ്റ്റ് വേണ്ടി സണ്ണിസാറിന്റെ കത്തോട്ടോ സണ്ണിസാറിന്റെ കത്തോട്ടോ ഒന്ന് തന്നെ കൊടുക്കാലോ. അതിലെവിടെയെങ്കിലും ഞാൻ ഇടപെടേണ്ടതുണ്ടെങ്കിൽ പറയും, പറഞ്ഞോളാം. പിന്നെ 2 ഇവിടെ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യും. ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് 2 ആഴ്ചയിൽ കൂടുതൽ നീങ്ങാൻ പാടില്ല. പിന്നെ സ്കൂളുകളിൽ പോയി വരേണ്ട സ്ഥിതി മാറ്റിയിട്ട് ഇവിടുന്നത് സൂചന. അപ്പൊ ഏത് അപേക്ഷ തന്നാലും വിത്തിൻ 15 days നമുക്കത് കൊടുക്കാൻ കഴിയും. ഡ്യൂപ്ലിക്കേറ്റ് ആവട്ടെ, കറക്ഷൻ ആവട്ടെ, ആ രീതിയിലേക്ക് അതിന് മാറ്റണം. അവിടെ ഒരുപാട് മണിക്കൂർ ചെയ്യുന്ന